പഞ്ചായത്തിലെ മൃഗാശുപത്രികൾ മുഖേന വിവിധ പദ്ധതി പ്രവർത്തനങ്ങൾ മൃഗപരിപാലന മേഖലയിൽ നടപ്പിലാക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതി ക്രിയാത്മകമായി നടപ്പിലാക്കുക വഴി നിരവധി പേർക്ക് തൊഴിൽ ദിനങ്ങൾ നൽകിയതിലൂടെ അവരുടെ ദൈനംദിന ജീവിതത്തിൽ പുതിയൊരു ദിശാബോധം നൽകാൻ സാധിച്ചു. പഴയ ജന്മി നാടിവാഴിത്തത്തിന്റെ ഭാഗമായി തൊഴിലിന്റെ അടിസ്ഥാനത്തിലുള്ള വ്യത്യസ്തമായ ജാതി വിഭാഗങ്ങൾ ഉൾപ്പെടുന്നവർ മങ്കര ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ട്. തെങ്കുട്ടി കമ്മാളന്മാർ എന്ന് വിളിക്കുന്ന ആശാരി, തട്ടാൻ, മുയ്യാലി, കൊല്ലൻ, കല്ലാശൻ, കാളികാവ് ഉത്സവത്തിന് ശങ്കരനായാടി കെട്ടിക്കളിക്കുന്ന പാണർ, ഒടിവിദ്യ പ്രയോഗം വശമുണ്ടായിരുന്ന പറയർ, കാർഷിക വൃത്തിയിൽ സജീവമായിരുന്ന ചെറുമർ, പന്തീരുകുലത്തിന്റെ രചകന്റെ വംശത്തിൽപ്പെട്ട മണ്ണാൻ, സർപ്പക്കളം വരച്ച് പുള്ളുവും പാട്ട് നാവൂർ പാടുന്ന പുള്ളുവർ, മണ്ണാൻ സമുദായത്തിലെ ഉപവിഭാഗമായ ശില്പികളായ പൂഴിയാശാരിമാർ, ലിപിയില്ലാത്ത വ്യവഹാര ഭാഷയെ സംസാരിക്കുന്ന ഭിക്ഷാടനം തൊഴിലായി സ്വീകരിച്ച പണ്ടാരന്മാർ, ഉയർന്ന ജാതിക്കാരുടെ വീടിനു മുമ്പിൽ 14 അടി അകലിൽ നിന്ന് വടിയിൽ കാൽ ചേർത്ത് ആരോഹണ അവരോഹണ ക്രമത്തിൽ തമ്പ്രാട്ടിയെ ധർമ്മന്തരെ എന്ന് നീട്ടി വിളിക്കുന്ന നായാടിമാർ, വൃദ്ധശുദ്ധിയോടെ ലോഹക്കട്ടകളിൽ ഓട്ടുപാത്രങ്ങളും വിഗ്രഹങ്ങളും വാർത്തെടുക്കുന്ന, മനസ്സും ശരീരവും കർമ്മവും ശുദ്ധിയായി പരിപാലിച്ച് ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന മൂശാരി എന്ന മുയ്യാലിമാർ, മങ്കരയുടെ ഭാവി പ്രവചിച്ചിരുന്ന കളരിക്കൽ ജ്യോത്സ്യന്മാരായ രാശിപ്പണിക്കർമാർ ഉൾപ്പെടെയുള്ള വളരെ വലിയൊരു ജനസഞ്ചയം മങ്കരയിലുണ്ട്. പതിനേഴാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ തമിഴ്നാട്ടിൽ നിന്നും പൊന്നാനി, മലപ്പുറം, ചാവക്കാട് എന്നിവിടങ്ങളിൽ നിന്നും വ്യാപാര സംബന്ധമായി കുടിയേറി പാർത്ത മുസ്ലിം സമുദായം മങ്കരയിൽ മതസൗഹാർദ്ദത്തിന്റെ മഹനീയ മന്ത്രവുമായി വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും ഉയർന്ന നിലവാരത്തോടെ മങ്കരയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. മങ്കരയിലെ ഏറ്റവും പ്രാചീനമായ ക്ഷേത്രം കാളികാവാണ്. മങ്കരയുടെ രക്ഷാമൂർത്തി എന്നറിയപ്പെടുന്ന കാളികാവ് ക്ഷേത്രത്തെക്കുറിച്ച് വില്യം ലോഗൻ മലബാർ മാനുവൽ മങ്കരയുടെ പൂർവ്വനാമമായ മുങ്കേരിയിൽ പുഴയോട് ചേർന്ന് ഒരു അമ്പലമുണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മങ്കരയിലെ പഴക്കം ചെന്ന മറ്റൊരു ക്ഷേത്രമാണ് മാങ്കുറിശ്ശിയിലെ ഭഗവതി ക്ഷേത്രം. 7ഓളം ഊരാളന്മാരുടെ അധീനതയിൽ ആയിരുന്ന ക്ഷേത്രം ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്. കൂത്തമ്പാക്ക ശിവക്ഷേത്രം വൃത്താകാര മാതൃകയിലാണ്. ജൈനന്മാർ നിർമ്മിച്ച ക്ഷേത്രമാണിതെന്ന് പറയപ്പെടുന്നു. ശിവക്ഷേത്രത്തിന് സമീപമാണ് മങ്കരയിലെ വിശാലമായ പൊതുശ്മശാനം. കേരളത്തിലെ 108 ശിവാലയങ്ങളിൽ ഒന്നാണ് തൃപ്പങ്കുന്ന് ശിവക്ഷേത്രം. ഇപ്പോൾ മലബാർ ദേവസ്വത്തിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രത്തിൽ തിരുവാതിരയാണ് പ്രധാന ഉത്സവം. പൂർവ്വകാലത്ത് വനപ്രദേശമായിരുന്ന സ്ഥലത്താണ് വെണ്ടവാഴ്ച ക്ഷേത്രം നിലകൊള്ളുന്നത്. ഭഗവതിയെ വിഴുങ്ങാൻ വന്ന പാമ്പിനെ അയ്യപ്പൻ അസ്ത്രമുന കൊണ്ട് വകവരുത്തിയെന്നാണ് ഐതിഹ്യം. പാമ്പ് പാറയിൽ എഴിഞ്ഞതിന്റെ അടയാളമാണ് ഇതെന്നാണ് പരമായ വളർച്ചയിലും മങ്കര ഏറെ മുന്നിലാണ്. 1891 ചേറ്റൂർ ശങ്കരൻ നായരാണ് മങ്കരയിലെ ആദ്യ വിദ്യാലയം സ്ഥാപിച്ചത്. ചെറിയൊരു ഓലപ്പുരയിൽ തുടങ്ങിയ ഈ വിദ്യാലയത്തിന്റെ നടത്തിപ്പ് ശങ്കരൻ നായരുടെ കാലശേഷം സർ സി മാധവ നായർ സ്കൂളിന്റെ മാനേജറും നടത്തിപ്പ് അധികാരം ചേറ്റൂർ രാമൻകുട്ടി നായർക്കുമായിരുന്നു. മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് രൂപീകൃതമായതോടെ മാധവൻ നായരുടെ നിർദ്ദേശപ്രകാരം രാമൻകുട്ടി നായർ സ്കൂളിന്റെ മേലുള്ള എല്ലാ അവകാശങ്ങളും സർക്കാരിലേക്ക് കൈമാറി. 1971 CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലത്താണ് ഹൈസ്കൂളായി ഉയർത്തിയത്. മങ്കര ഹൈസ്കൂൾ ഗ്രൗണ്ട് നിരപ്പാക്കുന്നതിനിടയിൽ കണ്ട പീരങ്കി വെടിയുണ്ടയാണിത്. ടിപ്പുവിന്റെ പടയോട്ടത്തിലെ ചരിത്രത്തിന്റെ ശേഷിപ്പായ ഈ വെടിയുണ്ട മങ്കര ഹൈസ്കൂളിലെ കുട്ടികൾ ഷോട്ട് പുട്ടായി ഉപയോഗിക്കുന്നു.
പുളിനെല്ലി നായർ വീട്ടിൽ കണ്ടപ്പൻ നായർ 1905 സ്ഥാപിച്ച PKNMJB സ്കൂളാണ് മറ്റൊരു പ്രധാന വിദ്യാലയം. മങ്കര കൂട്ടുവാതിയിൽ തുടങ്ങിയ ഈ വിദ്യാലയം 1923 കണ്ണമ്പരിയാരത്ത് മാറ്റി സ്ഥാപിച്ചു. അതിർക്കാട് സ്കൂൾ, പൂലോടി സ്കൂൾ, മാങ്കുറിശി സ്കൂൾ, കല്ലൂർ GLP സ്കൂൾ, സ്വാതന്ത്ര്യ സമര സേനാനിയായ സദരൻ കുമാരൻ പിറവി നൽകിയ സേവാ സദനം സ്കൂൾ എന്നിവയാണ് പഞ്ചായത്തിലെ മറ്റ് വിദ്യാലയങ്ങൾ. പഞ്ചായത്തിലെ ഏക ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് അമ്മണി കോളേജ്. ഇപ്പോൾ അത് രാജധാനി എന്ന പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ കാര്യമായ ശ്രദ്ധ ചെലുത്തിയതിന്റെ ഭാഗമായി മികവാർന്ന പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞു. പ്രാഥമികാരോഗ്യ കേന്ദ്രം, സിദ്ധവൈദ്യത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്ന സിദ്ധാശുപത്രി, ഹോമിയോ ഡിസ്പെൻസറിയും ആയുർവേദ ആശുപത്രിയും പഞ്ചായത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. വില്ലേജ് ഓഫീസും ക്രമസമാധാന പരിപാലനം കാര്യക്ഷമമായി നടത്തുന്ന മങ്കര പോലീസ് സ്റ്റേഷനും സാംസ്കാരിക നിലയവും സഹകരണ ബാങ്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും തപാൽ ഓഫീസും കൃഷിഭവനും മൃഗാശുപത്രിയും വിശാലമായ പ്രിയദർശിനി ഓഡിറ്റോറിയവും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. കാളികാവ് പാലം മങ്കര പഞ്ചായത്തിലെ വിശാലമായ ഗേറ്റ് വേ കൂടിയാണ്. കാളികാവിന് സമീപം പുഴയിൽ സമൃദ്ധമായ വെള്ളം ഉള്ളതിനാൽ സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ഹൈഡ്രോളജിക്കൽ ഒബ്സർവേഷൻ സെന്റർ ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. ഇത് മങ്കര പഞ്ചായത്തിന്റെ ഭരണശിരാ കേന്ദ്രം. വികസനത്തിന്റെ സ്വപ്നങ്ങൾ പൂവണിയുന്നത് ഇവിടെയാണ്. 1961 മങ്കര പഞ്ചായത്ത് നിലവിൽ വന്നത്. ചാത്തങ്കണ്ടം അപ്പുവായിരുന്നു ആദ്യ പ്രസിഡന്റ്. തുടർന്ന് PV മുഹമ്മദ്, TN ചെല്ലൻ, പത്മാവതി ടീച്ചർ, T രാജൻ, രാജലക്ഷ്മി ധൻ, KV ചന്ദ്രൻ, KK വേലായുധൻ, പൊന്നുമണി, MN ഗോകുൽദാസ്, ജിൻസി എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതികൾ ഓരോ കാലഘട്ടത്തിലും നടപ്പിലാക്കിയ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളുടെ ഫലമായി പൂർവ്വഗാമികളുടെ പാദസ്പർശത്തെ തൊട്ടറിഞ്ഞ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ വിസ്മൃതിയിലേക്ക് വലിച്ചെറിയാതെ ഇന്നലകളിലെ ഉൾക്കരുത്തും ഇന്നിന്റെ നേരുകളും നാളെയുടെ പ്രതീക്ഷാ നിർഭരമായ സ്വപ്നങ്ങളുമായി കാലത്തിന്റെ സ്പന്ദനങ്ങൾക്ക് വിളിച്ചുമേകി മങ്കര വികസനത്തിന്റെ സുവർണരഥത്തിൽ പ്രയാണം തുടരുകയാണ്.